ഇന്ത്യവുഡ് ഭാഷാ സാഹിത്യ പുരസ്കാരത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഭാഷാ കേസരി പുരസ്കാരവും സാഹിത്യരംഗത്തെ വ്യത്യസ്ത മേഖലകൾക്കായി മറ്റ് 25 പുരസ്കാരവും ഉൾപ്പെടെ 7.5 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് വിതരണം ചെയ്യും. ഓഗസ്റ്റ് 31-നാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. 5 വർഷങ്ങൾക്ക് മുൻപ് 2020-ൽ തുടക്കം കുറിച്ച ഇന്ത്യവുഡ് ഭാഷാ സാഹിത്യ പുരസ്കാരമേള വഴി നിരവധി സാഹിത്യ പ്രതിഭകൾക്ക് പ്രോത്സാഹനം നൽകാൻ കഴിഞ്ഞതിന്റെ പശ്ചാത്തലത്തിലും ഇതുപോലുള്ള പുരസ്കാരങ്ങൾ മലയാള സാഹിത്യ സാംസ്കാരിക രംഗത്തിന് വീണ്ടും പ്രചോദനമാകുമെന്നുമുള്ള വിശ്വാസത്തിലുമാണ് വീണ്ടും ഈ സാഹിത്യോത്സവത്തിന് അരങ്ങൊരുങ്ങുന്നത്. ഇത് മലയാള സാഹിത്യ രംഗത്തെ ഏറ്റവും ഉയർന്ന പുരസ്കാര തുക കൂടിയാണ്. മലയാള ഭാഷയുടെ ഈ ഏറ്റവും വലിയ പുരസ്കാരമേളയിൽ നമ്മുടെ നാടിന്റെ ഭാവി വാഗ്ദാനങ്ങളാവേണ്ട പുതുതലമുറകളുടെ ഒരു വലിയ പ്രാതിനിധ്യം ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ഇത്തവണത്തെ പുരസ്കാരത്തിന്റെ പ്രത്യേകത. പ്രസ് മീറ്റിൽ എത്തിച്ചേർന്ന എല്ലാ പത്രപ്രതിനിധികളെയും ആദ്യമായി ഞങ്ങൾ പ്രത്യേകം ഞങ്ങളുടേതായ അഭിനന്ദനം അറിയിക്കുകയാണ്. ഇന്ത്യയുടെ ഭാഷാ സാഹിത്യ പുരസ്കാരം ഏരിയസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാൻ ശ്രീ സോഹൻ റോയുടെ നേതൃത്വത്തിൽ ഇന്ത്യവുഡ് എന്ന് പറയുന്ന കല, സിനിമാ മേഖലകളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ബൃഹത്തായ പദ്ധതിയുടെ ഭാഗമായി തുടങ്ങി വെച്ചൊരു സ്ഥാപനമാണ്. മലയാള ഭാഷയെ കുറെ കൂടി ശക്തമാക്കുന്നതിനും മലയാള ഭാഷയുടെ പ്രാധാന്യം പുതിയ തലമുറകളിലേക്ക് എത്തിക്കുന്നതിനും വളർത്തുന്നതിന് വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇന്ത്യയുടെ ഭാഷാ സാഹിത്യ പുരസ്കാര പ്രവർത്തനങ്ങൾ ഇന്ത്യയോട് കൈക്കൊണ്ടത്. ഇന്ത്യയുടെ ഭാഷാ സാഹിത്യ പുരസ്കാരത്തിന്റെ ആദ്യ പുരസ്കാരത്തിന് അർഹമായത് കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറി ശ്രീ ജയകുമാർ സാറാണ് ഭാഷാ സാഹിത്യ പുരസ്കാര കേസരി അവാർഡ് കരസ്ഥമാക്കിയത്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഭാഷാ കേസരി അവാർഡും അതോടൊപ്പം 25 പ്രമുഖ സാഹിത്യ മേഖലകളിലുള്ള പ്രതിഭകളെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ജൂലൈ മാസം 31-ാം തീയതി വരെയായിരുന്നു നമ്മൾ ആദ്യം തീയതി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് അത് കൂടുതൽ എൻട്രികൾ വന്നുകൊണ്ടിരിക്കുകയും വിവിധ മേഖലകളിലുള്ള, അതായത് 25ഓളം മേഖലകളിലുള്ള പലരുടേതായിട്ടുള്ള സബ്മിഷൻസ് കൂടുതലായിട്ട് വരാനുള്ളത് കൊണ്ട് മാത്രമാണ് ഒരു മാസം കൂടി നമ്മൾ ഓഗസ്റ്റ് 31 വരെ എന്ന ഡേറ്റിലേക്ക് സംഭവം മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഷാ സാഹിത്യ പുരസ്കാരത്തില് കേസരി അവാർഡ് നൽകുന്നത് 5,01,000 രൂപയാണ് ഭാഷാ കേസരി പുരസ്കാരം. അതുപോലെ 25 പ്രമുഖ മേഖലകളിൽ നിന്നുള്ള സാഹിത്യ രചനകൾക്ക് 10,001 രൂപ വീതവും 25 പേർക്കുള്ള സമ്മാനങ്ങളും നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സബ്മിഷൻസ് എല്ലാം പുനലൂരിലുള്ള ഐക്യരക്കോണം ലൈബ്രറി മുഖാന്തരമാണ് സബ്മിഷൻസ് സ്വീകരിക്കുന്നത്. അതിനുശേഷം ജൂറി വഴി അത് നോക്കി ആരൊക്കെ എന്തൊക്കെ എന്നതിന് കൃത്യമായ ഒരു നിലപാടുകളെടുത്ത് ഫൈനൽ റൗണ്ടിലേക്ക് സോർട്ട് ചെയ്യുന്നത് പുനലൂരിലുള്ള ഐക്യരക്കോണം ലൈബ്രറി മുഖാന്തരമാണ്. സോഹൻ സാറുടെ ജന്മനാട് കൂടിയായ പുനലൂരിലുള്ള ഐക്യരക്കോണം ലൈബ്രറിയിൽ അതിനെ വിപുലമായ രീതികളിലേക്ക് മാറ്റുന്നതിൻ്റെ ഒരു പ്രക്രിയയുടെ തുടക്കം കൂടി തന്നെയാണ് ഐക്യരക്കോണം ലൈബ്രറിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ സബ്മിഷൻസ് അവിടെ സ്വീകരിക്കുന്ന പ്രക്രിയ നടപ്പിലാക്കിയിട്ടുള്ളത്. മലയാള ഭാഷയിലെ ഏറ്റവും വലിയ പുരസ്കാര തുകയുള്ള 5,01,000 രൂപ പുരസ്കാര തുകയുള്ള ഭാഷാ കേസരി പുരസ്കാരത്തിനും ഒപ്പം തന്നെ സാഹിത്യത്തിലെ ഏതാണ്ട് എല്ലാ മേഖലകളിലെയും മികച്ച 35 വയസ്സിൽ താഴെ പ്രായമുള്ള എഴുത്തുകാർക്ക് നൽകുന്ന
ഭാഷാ സാഹിത്യ അവാർഡുകൾക്കും വേണ്ടി ഏരീസ് ഗ്രൂപ്പ് അതിൻ്റെ കീഴിലുള്ള ഇൻഡിവുഡ് ഭാഷാ സാഹിത്യ അവാർഡിന് എൻട്രികൾ ക്ഷണിച്ചിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ജൂലൈ 31 അവസാന തീയതി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പല മേഖലകളും, പ്രത്യേകിച്ചും ഈ ചില മേഖലകളിൽ നിന്നൊക്കെ ആളുകൾ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടത് കൊണ്ട് ആണ് ഇപ്പോൾ ഈ ആഗസ്റ്റ് 31 വരെ എൻട്രികൾ സ്വീകരിക്കുന്ന അത്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ ഡോക്ടർ സോഹൻ റോയ് സാർ അവരുടെ വളർച്ചയുടെ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഐക്കരക്കോണം പബ്ലിക് ലൈബ്രറി, ആ ലൈബ്രറിയോട് അദ്ദേഹത്തിനുള്ള പ്രത്യേകമായ ഒരു മമതയും താല്പര്യവും, അതുകൊണ്ടാണ് ഒരു പദ്ധതിയാണ് ഇൻഡിവുഡിൻ്റെ ഈ ഭാഷാ സാഹിത്യ പുരസ്കാരം. സ്കൂൾ കോളേജ് തലത്തിൽ നിന്നും മികച്ച ഭാഷാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവർക്കും ഇത്തവണ പുരസ്കാരങ്ങളിൽ പങ്കെടുക്കാം. ഭാഷാ കേസരി പുരസ്കാരം ഒഴികെയുള്ള മറ്റു പുരസ്കാരങ്ങൾക്ക് 35 വയസ്സിന് താഴെയുള്ള പ്രതിഭകൾക്ക് പങ്കെടുക്കാം. മികച്ച നോവലിസ്റ്റ്, മികച്ച തിരക്കഥാകൃത്ത്, മികച്ച കഥാകൃത്ത്, മികച്ച കവി, മികച്ച ഗാനരചയിതാവ്, മികച്ച ജീവചരിത്രകാരൻ, മികച്ച യാത്രാവിവരകൻ എന്നിവയാണ് മറ്റ് പുരസ്കാരങ്ങൾ. കൊല്ലം പുനലൂർ ഐക്കരക്കോണം ലൈബ്രറിയിലാണ് അപേക്ഷകൾ അയക്കേണ്ടത്. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.